ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വേഗം തന്നെ അടുക്കളയിലെ പണികളും തുടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ വേഗം തന്നെ ചെയ്തിട്ട് എനിക്കിന്ന് കുറച്ച് പണി പുറത്തുണ്ട്. കുറച്ചധികം തന്നെ പണികൾ പുറത്തുണ്ട് കേട്ടോ. വിറക് പിന്നെ വെട്ടിപ്പൊളിക്കാനും എന്ന പോലെ കുറച്ച് ചെതലുകളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കൊടുന്നിടാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ദിവസമായി അടിച്ച് വാരി തീറ്റിട്ടോ അതൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ വെച്ച് തുടക്കലും മറത്ത് നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയുള്ള കാരണം വേഗം തന്നെ തുടയ്ക്കുക. അകങ്ങളൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ തുടയ്ക്കുള്ളൂ കേട്ടോ. മുറ്റത്ത് നല്ല വെയിലാണ്. വെയിലായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേഗം നേരത്തെയാണ് എല്ലാ പണികൾ ചെയ്യൽ കേട്ടോ. അങ്ങനെ അതാ ചോറൊക്കെ വേവാറായി. അപ്പോൾ ചോറ് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീയൊക്കെ കെട്ടുണ്ടായിരുന്നു. എന്നാലും ചോറ് കിടന്ന് തിളക്കിണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടാണ് അടുപ്പ്. അങ്ങനെ രണ്ടാമത് തീയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് കറി കലക്കിയത് അടുപ്പത്ത് കൊടുന്ന് വെച്ചത് കേട്ടോ. അങ്ങനെ കറിയൊക്കെ കിടന്ന് വേവുണ്ട്. ചോറ് ഊറ്റലും കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകുക അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി തിരുമ്പലൊക്കെ ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആടുകളൊക്കെ മുറ്റത്ത് പരന്ന് നടക്കട്ടെ. ആരും കെട്ടിയിട്ടില്ല, ഒന്ന് രണ്ടാളെയൊക്കെ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവരേനെയൊക്കെ കെട്ടി വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ പുല്ലൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് ഇലയൊന്നും ഇല്ല കേട്ടോ. ഇലയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇലയൊന്നും ഇല്ല. പുല്ലും പിന്നെ പഴുത്ത ഇലയൊക്കെയാണ് പറക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വാഴയിലയും അങ്ങനെയുള്ളതൊക്കെയാണ് കൊടുക്കണം. പ്ലാവിൻ്റെ ഇല പച്ച ഇല ഇല്ല, ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ആടിന് വെള്ളം കൊടുക്കുമ്പോൾ തന്നെ കോഴികളെ ഒപ്പം നടക്കൂട്ടാ. അവർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ഇങ്ങനെ ആടിൻ്റെ ചെമ്പിൽ നിന്ന് ഇങ്ങനെ അവരും തിന്നൂട്ടാ. എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ പോവില്ല. അത് കാരണം വേറെ എവിടേക്കും അവർ പോവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പറമ്പിൽ തന്നെ അങ്ങനെ നടക്കും. ഈ പിണ്ണാക്കും തവിടൊക്കെ തിന്നിട്ട് ഇങ്ങനെ ആടിന് കൊടുക്കണതിൻ്റെ ബാക്കി തിന്നിട്ട് നടക്കൂട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വിറക് കൊത്താണ്ടായിരുന്നു. ചെതലുള്ള വിറകാട്ടാ. അപ്പോൾ പിന്നെ അവർ ആ ചെതലും നന്നായിട്ട് കഴിക്കൂട്ടാ. അപ്പോൾ ഞാൻ അതും അവിടെ കൊടുന്ന് കുറേയൊക്കെ ഇങ്ങനെ കൊട്ടുകയൊക്കെ ചെയ്ത് ചെതലൊക്കെ അങ്ങനെ അതും കോഴികൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വിറകൊക്കെ വെട്ടി ബാക്കി ഞാൻ അവിടെ ഇട്ടിട്ടാക്കി. സമയമില്ലാത്ത കാരണം കുറച്ചേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആട്ടുംകൂടൊക്കെ വൃത്തിയാക്കാനും ആട്ടുംകൂടിൻ്റെ ചുറ്റുഭാഗം വൃത്തിയാക്കാനും അങ്ങനെയുള്ള പണിക്കൊക്കെ നിന്നിട്ടാണ്. പിന്നെ എല്ലാവരോടും അടിച്ചു വാരാൻ നിന്നില്ല. കുറച്ച് സ്ഥലമൊക്കെ അടിച്ചു വാരി ഇനി ബാക്കി പിന്നെ അടിച്ചു വാരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനങ്ങനെ ഒന്നിച്ച് അടിച്ചു വാരാറൊന്നുമില്ല. ഓരോ ഭാഗമാണ് ഇട്ട് അടിച്ചു വാരാറ്. അപ്പോഴേക്കും ആദ്യം അടിച്ചു വാരിയിടത്തൊക്കെ നന്നായി കരടായി ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ചെയ്ത് തീ ഇട്ടിട്ടില്ല കേട്ടോ. തീ ഇടാൻ നല്ല കാറ്റുണ്ട്. അപ്പോൾ വൈകുന്നേരം തീ ഇടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ അത്യാവശ്യം സമയമായി. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വേഗം ഉപ്പേരിക്ക് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപ്പേരി ഉണ്ടാക്കലും കഴിഞ്ഞിട്ട് പിന്നെ വേഗം ആടിന് ഉച്ചക്കലത്തെ വെള്ളം കാട്ടലും. ഇപ്പോൾ നേരത്തെ വെള്ളം കാട്ടും കേട്ടോ. വെയിൽ കാരണം നേരത്തെ കൂട്ടിലാക്കുകയും ചെയ്യും. പെട്ടെന്ന് കൂട്ടിലാക്കും നല്ല വെയിൽ കാരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും തുടർന്ന് കാണാം. ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കാണുന്നതിൽ.